ചെറുപുഴ മേഖലാ മാതൃവേദിയുടെ നേതൃത്വത്തിൽ സമുദായ ശാക്തീകരണ വർഷം ജ്വാല 2025 സംഘടിപ്പിച്ചു. ചെറുപുഴ ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. തെറ്റിനി നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കളെ നല്ല ബോധ്യം കൊടുത്ത് വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സമുദായം, നമ്മുടെ സമൂഹം വളർന്നു പന്തലിച്ച് കർത്താവ് പിതാവായ ദൈവം പറഞ്ഞതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽപ്പരപ്പിലെ മണത്തരി പോലെയും മക്കൾക്ക് ജന്മം കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈ ഭൂമി, ഈ നമ്മുടെ പിതാവായ ദൈവം സന്തോഷിക്കുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. അതുകൊണ്ട് എന്നെ നോക്കി എൻ്റെ തമ്പുരാൻ സന്തോഷിക്കുമോ? ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയാണ്, അനുഗ്രഹമാണ് എങ്കിൽ അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് ആ ദൗത്യം ഞാൻ നിർവഹിക്കാതെ പോകുമ്പോൾ പലപ്പോഴും ദൈവം എന്നെ നോക്കി സന്തോഷിക്കുകയല്ല, ദൈവം എന്നെ നോക്കി നിരാശപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് സ്നേഹമുള്ള അമ്മമാരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമുക്ക് പറ്റിയ തെറ്റ് ഇനി വരും തലമുറയ്ക്ക് പറ്റാൻ പാടില്ല. ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ച് ഈ ഭൂമിയിൽ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുത്ത് നിറഞ്ഞു നിൽക്കുവാൻ, നമ്മുടെ സമുദായത്തെ, ക്രൈസ്തവ സമൂഹത്തെ ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കാൻ തക്കവിധം മക്കൾക്ക് ജന്മം കൊടുത്ത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ, പുതിയ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്ന് ഞാൻ പറയുകയാണ്. മക്കളെ ഉണ്ടാക്കിയാൽ പോരാ, മക്കൾക്ക് ജീവിതത്തിൽ നല്ല മാതൃക കൊടുക്കുന്ന റോൾ മോഡലായിട്ട് നമ്മൾ ജീവിക്കണം. അമ്മ സുന്ദരമാണ്, അമ്മ സൗന്ദര്യമുള്ളവളാണ്, അമ്മ അഭിഷേകമുള്ളവളാണ്. അങ്ങനെയുള്ള അമ്മമാരാണ് ഈ നാടിന് നന്മയായിട്ട് മാറുക. അത്രമാത്രം സൗന്ദര്യമുള്ള, അത്രമാത്രം അഭിഷേകമുള്ള, അനുഗ്രഹമുള്ള അമ്മമാർ മോശമായാൽ എന്തായിരിക്കും അവസ്ഥ? മുട്ട നല്ലതല്ലേ? അല്ലേ? മുട്ട നല്ലതല്ലേ? നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. പലരും ഇപ്പം നോമ്പെടുത്തിരിക്കുന്നത് ഇറച്ചിക്കും മീനിനുമായിരിക്കും, മുട്ടയ്ക്ക് നോമ്പെടുത്തിട്ടുണ്ടാകുക അല്ലേ? കുറേ പേര് നോമ്പെടുത്തിട്ടുണ്ടാകില്ല. എന്തുകൊണ്ടാണ്? മുട്ട നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ളത്, നല്ലതാണ്. മുട്ടയോ ചീമട്ടയായാൽ എന്താ അവസ്ഥ? മുട്ട ചീമട്ടയായാൽ എന്താ അവസ്ഥ? അതായത് നമ്മൾ അമ്മമാർ മുട്ട നമ്മുടെ കോഴിക്ക് അടയിരുത്തി കുഞ്ഞുങ്ങളെ ഇറക്കാറുണ്ട്. അത്ര 22 ദിവസം ആകുമ്പോഴല്ലേ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നല്ലേ? മറന്നുപോയി. പണ്ടൊക്കെ ഇത് ഓർമ്മയുണ്ടായിരുന്നു അല്ലേ? 22ാം ദിവസമല്ലേ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത്. മുട്ട 22 ദിവസം തള്ളക്കോഴി അടയിരുന്ന് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്ത് വരും. ആ കുഞ്ഞുങ്ങൾ പുറത്ത് വരാതെ ആ മുട്ട ചീമട്ടയായി പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? സ്നേഹമുള്ളവരെ, ഇതാണ് അമ്മ. നല്ല അമ്മ മോശം അമ്മയായാൽ കുടുംബം നശിക്കും, സമുദായം നശിക്കും, സമൂഹം നശിക്കും, നാട് നശിക്കും. തീർച്ചയാണ് നല്ല അമ്മ എപ്പോഴും നല്ല അമ്മയായി ജീവിക്കണം. അതുപോലെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട്, നമുക്കറിയാം ഈ കാലഘട്ടം വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. മയക്കുമരുന്നിന് അടിമയായിക്കൊണ്ട് നമ്മുടെ പുതിയ തലമുറ അധപതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയോ മക്കളാണ് നശിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്, ഒരു മകനും മകളും സുരക്ഷിതമാണെന്ന് കരുതേണ്ട. നിങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ നിരീക്ഷിക്കുകയും അന്വേഷിക്കുകയും മക്കളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നേരായ വണ്ണം നയിക്കുവാൻ ആ മക്കൾക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ നിരീക്ഷണം നടത്തണമെന്ന് എനിക്ക് പറയാനുള്ളത്. അമിതമായി ഒരു മകനെയും ഒരു മകളെയും നമ്മൾ വിശ്വസിക്കേണ്ട. ഇന്ന് ആൺകുട്ടികളെക്കാൾ കൂടുതൽ മോശമായിരിക്കുന്നത് പെൺകുട്ടികളാണ്. ഒത്തിരി സംഭവങ്ങളുണ്ട് പറയാൻ, അനുഭവങ്ങൾ. ഞാനധികം പറയാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മയക്കുമരുന്നുള്ള വലിയ തിന്മയിൽ നിന്ന് നമ്മുടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന, യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ സുരക്ഷിതമായി
നല്ല മക്കളായിട്ട് ഈ സമൂഹത്തിന് അനുഗ്രഹമാകത്തക്ക രീതിയിൽ ആ മക്കളെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇടപെടണം. പണമുണ്ടാക്കാൻ പോയാൽ പോരാ, മക്കളുമായിട്ട് എല്ലാ ദിവസവും കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും നിങ്ങൾ അവരോട് സംസാരിക്കണം. സമയമുണ്ടോ? ഇല്ലല്ലോ, സമയമില്ല. രാവിലെ നമ്മൾ എണീക്കുക, പണിയെടുക്കാൻ പോവുക, മക്കൾക്ക് പണമുണ്ടാക്കി കൊടുക്കണം, ഫീസ് കൊടുക്കണം, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം. പണമില്ലാതെ വല്ലതും നടക്കുമോ? ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് ഈ മക്കളെയൊക്കെ വേണ്ടത് കൊടുക്കാതെ, വേണ്ട കാര്യങ്ങൾ കൊടുക്കാതെ, വിശ്വാസ ജീവിതമോ പ്രാർത്ഥനാ ജീവിതമോ കൊടുക്കാതെ നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി പോവുക. കുടുംബത്ത് പ്രാർത്ഥനയില്ല. സോജി നെല്ലിക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യമാക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് സിസി ആന്റണി പ്രഭാഷണം നടത്തി. സിസ്റ്റർ ജെറോസ്, റെക്സി കുറ്റിയാത്ത്, റോസമ്മ ചാത്തനാട്, സിസ്റ്റർ ലിൻഡ, റെജീന തെക്കേപ്പറമ്പിൽ, ഫാദർ ജോബി കോവാട്ട്, ഷീജ കുറ്റിയാത്ത് എന്നിവർ പ്രസംഗിച്ചു. അരവഞ്ചാൽ, ഉമ്മറപ്പൊയിൽ, പാടിയോട്ടുചാൽ, ചെറുപുഴ, കോലുവള്ളി, പുളിങ്ങോം, കോഴിച്ചാൽ, രാജഗിരി, ചൂരപ്പടവ്, ജോസ്ഗിരി, താബോർ, തിരുമേനി, മുളപ്ര ഇടവകകളിൽ നിന്നുമുള്ള മാതൃവേദി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടിയും അരങ്ങേറി. ഈ അവധിക്കാലം ചെറുപുഴ ശ്രീ ശങ്കരാചാര്യയോടൊപ്പം ആഘോഷിക്കൂ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ചെറുപുഴ, നിയർ ബസ് സ്റ്റാൻഡ്. ഫോൺ 9747939000.